അസ്സലാമു അലൈക്കും. ഉസ്താദ് ഈ പറഞ്ഞതില് എനിക്കൊരു ചെറിയ സംശയം. ഇപ്പൊ നമ്മള് മസ്ബൂക്കായി തുടർന്നു കഴിഞ്ഞാല് ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് നമ്മൾ എന്ന് ഫാത്തിഹയിൽ നമുക്ക് ഫാത്തിഹ മുഴുവനായി കിട്ടിയില്ല. ഫാത്തിഹ മുഴുവനായി നിന്ന് കഴിഞ്ഞാൽ ഇമാമ് റുക്കൂന്ന് ഉയരും ചെയ്യും. അപ്പൊ നമ്മൾ ഫാത്തിഹ പകുതിയാക്കി റുക്കൂ പോണോ എന്നുള്ളൊരു ചെറിയ സംശയം. അന്ന് ക്ലിയർ ആക്കി തരാണെങ്കിൽ വലിയ ഖൈറായിരുന്നു. ദുആ. അസ്സലാമു അലൈക്കും. മസ്ബൂക്കാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? ഇമാമ് റുക്കൂ പോകുന്നതിന്റെ മുമ്പായി മിതമായ നിരക്ക് ഫാത്തിഹ ഓതി തീർക്കാൻ വേണ്ട സമയം കിട്ടാത്ത ആളാണ് മസ്ബൂക്ക്. അങ്ങനത്തെ ആള് തക്ബീർ കിട്ടിയ ഉടനെ ഫാത്തിഹ തുടങ്ങിയാൽ ഇമാം എപ്പോഴാണോ റുക്കൂ പോകുന്നത് അവിടെ മൗമൂമിനും റുക്കൂ പോകാം. അവിടെ പിന്നെ ബാക്കി ഫാത്തിഹ ഓതാൻ വേണ്ടി നിൽക്കേണ്ടതില്ല. പ്രശ്നം അവിടെയല്ല. മസ്ബൂക്കായി തുടർന്ന ആള് വജ്ജത്ത് ഓതുകയോ അഊദ് ഓതുകയോ പോലെയുള്ള കാര്യങ്ങളുമായി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ അത്ര ഭാഗം കൂടി ഓതിയതിനു ശേഷമേ റുക്കൂ പോകാൻ പാടുള്ളൂ എന്നാ ശരിക്ക് വേണ്ടത്. മസ്ബൂക്കാണെങ്കിൽ പിന്നെ നേരെ തക്ബീർ കിട്ടിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ തുടങ്ങാൻ. അങ്ങനെ തുടങ്ങി എവിടെ എത്തിയപ്പോഴാണോ ഇമാം റുക്കൂ പോയതെങ്കിൽ അവിടെ ഇമാമിന്റെ കൂടെ റുക്കൂ പോയാൽ മതി. ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കേണ്ട യാതൊരു ആവശ്യവും. നേരെ ഇമാമിന്റെ കൂടെ റുക്കൂലാണ് പോയാൽ മതി. അപ്പൊ അതിന് ആദ്യം എന്ത് വേണം? തക്ബീർ കെട്ടിയ ഉടനെ മസ്ബൂഖ് ആണെങ്കിൽ വജ്ജത്ത് ഓതാനോ അഊദ് ഓതാനോ ഒന്നും നിൽക്കാതെ നേരെ ബിസ്മി ഓതി ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാ പിന്നെ അവിടെ ബാക്കി നിൽക്കാതെ ഇമാമിന്റെ കൂടെ റുക്കൂ പോയാൽ മതി. എന്നാൽ തന്നെ റക്അത്ത് കിട്ടും. ബാക്കിയുള്ള ഭാഗം ഇമാമ് ചുമക്കുകയും ചെയ്യും. അതേസമയത്ത് അഊദ് ഓതുകയോ വജ്ജത്ത് ഓതുകയോ ചെയ്തിരുന്നെങ്കിൽ അത്ര സമയം കൂടി ഫാത്തിഹ ഓതുകയും എന്നിട്ട് റുക്കൂ പോവുകയും ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടുകയും ചെയ്താൽ റക്അത്ത് കിട്ടും. അതേസമയത്ത് അത്രയും സമയം ഓതി റുക്കൂയിലേക്ക് പോകുമ്പോഴേക്ക് ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടാതിരുന്ന റക്അത്ത് കിട്ടൂല. അത് വേറെ വിഷയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ ബത്തീഖറാത്തായ ഒരു മൗമൂം, അദ്ദേഹത്തിന് മസ്ബൂക്കാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഫാത്തിഹ ഓതി പകുതി എത്തുമ്പോൾ റുക്കുവിലേക്ക് പോയി ഇമാമ്. എങ്കിൽ ഒരു ആയത്ത് കൂടി ഓതാൻ ഈ മൗമൂമിന് സമയം ഉണ്ടാകും. എന്നാൽ ഇമാമ് ഫാത്തിഹ മുഴുവനാക്കാനുള്ള സമയം ഉണ്ടാവൂല. ഒന്നോ രണ്ടോ ആയത്ത് ഓതാൻ സൗകര്യം ഉണ്ടാവും. എങ്കിൽ ഈ സമയത്ത് തന്നെ അദ്ദേഹം ഓതിയിട്ട് റുക്കുവിലേക്ക് പോണോ അല്ല ഈ ഇമാമിനെ അനുകരിച്ച് വേഗം പോണോ എന്നതാണ്. ഇതെനിക്ക് സാറിന് ഉണ്ടാകുന്ന സംഭവമാണ്. ചിലപ്പോൾ ഒരു അര മിനിറ്റ് ഒക്കെ ബാക്കി ഉണ്ടാവും. വഗൈറിൽ മഗ്ലൂബി അലൈഹിം അല്ലെങ്കിൽ സ്വലാത്തുൽ ലദീന അൻഅംത ചെറിയൊരു ആയത്ത് ഓതാൻ പറ്റും. അത് ഓതണോ അല്ലെങ്കിൽ ഈ സമയത്തിന്റെ കണക്കനുസരിച്ചിട്ടാണോ ഇത് കണക്കാക്കുന്നത് എന്ന് പറയുന്ന ഉസ്താദെ, അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. അസ്സലാമു അലൈക്കും. മസ്ബൂക്ക് ആണെങ്കിൽ പിന്നെ ഇമാം റുക്കൂ പോകുമ്പോ കൂടെ റുക്കൂ പോയാൽ മതി. പിന്നെ ഫാത്തിഹ ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സുന്നത്തില്ല. എന്നാൽ ഒരാള് അല്പസമയവും കൂടി അവിടെ നിന്ന് ഒരായത്തോ അല്ലെങ്കിൽ രണ്ടായത്തോ ഓതി വേഗം റുക്കൂയിൽ ഇമാമിന്റെ കൂടെ എത്തി ഇമാമിന്റെ കൂടെ റുക്കൂയിൽ തുമൈനീനത്ത് കിട്ടിയാൽ റക്അത്ത് കിട്ടും, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ സുന്നത്തില്ല. ഇമാം റുക്കൂയിൽ പോയാൽ മസ്ബൂഖ് ആണോ, എന്നാൽ ഇമാം നമ്മൾ എവിടെ എത്തിയപ്പോഴാണോ ഇമാം റുക്കൂയിൽ പോയത് അപ്പോൾ തന്നെ അവിടെ വെച്ച് നിർത്തി ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോയാൽ മതി. നിൽക്കേണ്ടതായ ആവശ്യമില്ല. അങ്ങനെ ഒരു സുന്നത്തും ഇല്ല. പക്ഷെ നിന്ന് പോയാലോ? ചോദ്യത്തിൽ പറഞ്ഞേക്ക് നിന്ന് പോയി. അങ്ങനെ ഒരായത്തോ രണ്ടായത്തോ വേഗം ഓതി ഇമാമിന്റെ കൂടെ റുക്കൂയിലെത്തി ഇമാമിന്റെ കൂടെ റുക്കൂയിൽ അനക്കം മടങ്ങുകയും ചെയ്താൽ റക്അത്ത് കിട്ടും, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പിന്നെ നിൽക്കേണ്ട സുന്നത്തില്ല. നേരെ ഇമാമിന്റെ കൂടെ റുക്കൂ പോയാൽ മതി. ശുക്രൻ ഉസ്താദ്, വളരെ സന്തോഷം. എൻ്റെ അടുത്ത് ചില ആൾക്കാര്, ചെറുപ്പക്കാരായ ആൾക്കാർ ചില മസലകൾ ചോദിക്കുന്നു. അപ്പോൾ അവർ ചെയ്തത് ബാത്തിലായിട്ട് കാണും. അപ്പൊ നമ്മളത് ബാത്തിലാണെന്ന് പറയേണ്ടി വരുമല്ലോ ഉസ്താദെ.
അത് പിന്നീട് നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, പിറ്റന്നാളോ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. ഈ ചോദിക്കുമ്പോ അപനസ്കാരം ബാത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞത് ഫൈൻ ആദ ആലിമൻ ആമിദൻ ബത്തറത്ത് സ്വലാത്തുഹു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഇയാള് ആലിമല്ല, ആമിദും അല്ല. അതുകൊണ്ട് നീ മടക്കി നിസ്കരിക്കണ്ട, നീ അപ്പോൾ വിവരമുണ്ടായിട്ടില്ല, ഇനി നിസ്കരിച്ചാൽ മതി എന്ന് പറയണമോ, അതല്ല അവനോട് നീ മടക്കി നിസ്കരിക്കണം എന്ന് തന്നെ പറയണം ഉസ്താദെ? അസ്സലാമു അലൈക്കും. നല്ല കോളായി. ആലിമൻ ആമിദൻ ആണെങ്കിൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാവും. പക്ഷെ ഇവര് ആലിമല്ല അല്ലെങ്കിൽ ആമിദനല്ല. പക്ഷേ എന്നാലും ആ റക്കാത്ത് അവന് എണ്ണപ്പെടുകയില്ല. അല്ല, മനസ്സിലാക്കുക, ആ റക്കാത്ത് അവന് എണ്ണപ്പെടുകയില്ല. അപ്പോൾ ഇമാം നിസ്കരിച്ചതിന്റെ ശേഷം അദ്ദേഹം ഒരു റക്കാത്ത് കൂടി നിസ്കരിച്ച് പൂർത്തിയാക്കി സലാം വീട്ടേണ്ടിയിരുന്നു. അത് ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ 4 റക്കാത്തുള്ള നിസ്കാരം യഥാർത്ഥത്തിൽ 3 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയവനായി. 2 റക്കാത്താണെങ്കിൽ 1 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയവനായി. 3 റക്കാത്തുള്ള നിസ്കാരമാണെങ്കിൽ 2 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയവനായി. അതുകൊണ്ട് നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്ന് പറയാം. മനസ്സിലായോ? ആലിമൻ ആമിദനാണെങ്കിൽ അപ്പൊ തന്നെ നിസ്കാരം ബാത്തിലാവും. ആലിമൻ ആമിദൻ അല്ലാതെയാണെങ്കിൽ അപ്പോൾ നിസ്കാരം ബാത്തിലാവില്ല. പക്ഷേ വലാകിന്നഹു ലാ യുഅദ്ദു ബിമാ ഫഅലഹു, അവൻ ചെയ്തത് എണ്ണപ്പെടൂല. ചെയ്തത് എണ്ണപ്പെടൂല എന്ന് പറയുമ്പോൾ ഇമാം സലാം വീട്ടിയതിന് ശേഷം 1 റക്അത്ത് കൊണ്ടുവരണം. അതിന് ഇയാൾ എന്താക്കണം? ഇമാം സലാം വീട്ടിയ ഉടനെ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ആ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇയാള് പിന്നെ പിറ്റേന്നോ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ചോദിച്ചത്. അപ്പോഴാണ് സംഗതി മനസ്സിലായത്. അപ്പൊ നിസ്കാരം ബാത്തിലാകല് വേറെ കാരണം കൊണ്ടാണ് കഴിഞ്ഞത്. എന്താ? ഇയാൾ ചെയ്തത് തെറ്റായത് കൊണ്ട്, അറിയാത്തത് കൊണ്ട് തൽക്കാലം ബാത്തിലായതെങ്കിലും എണ്ണപ്പെടാതെ പോയത് കൊണ്ട് 1 റക്അത്ത് കൂടി നിസ്കരിക്കേണ്ടിയിരുന്നു. അത് നിസ്കരിക്കാത്തത് കൊണ്ട് അയാളുടെ നിസ്കാരം പൂർത്തിയായിട്ടില്ല എന്നത് കൊണ്ട് മടക്കി നിസ്കരിക്കണം. 2000 മടക്കണം, കാരണം വേറെയാണ് എന്ന് ചുരുക്കം. ഓക്കെ. ഓക്കെ സാറേ, ഞാൻ വായിച്ചത് മറ്റു സ്ഥലത്തെ വിഭാഗത്തെ കണ്ടപ്പോ വായിച്ചതേ ഉള്ളൂ സാറേ. ഇവിടെ അല്ല പ്രശ്നം. ആലിമിന് പൊറുക്കപ്പെടാത്തത് ജാഹിലിന് പൊറുക്കപ്പെടും, അതല്ലേ സാറേ? അങ്ങനെയാകുമ്പോൾ ഈ മസ്അല ചോദിക്കുന്നു, ആ സമയത്ത് ഈ വ്യക്തി ജാഹിലാണ്. അപ്പൊ അദ്ദേഹത്തിന് പൊറുക്കപ്പെടുമോ? അല്ല, നീ ഇപ്പോ ആലിമായി, ഇനി മുതൽ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, കഴിഞ്ഞത് പോട്ടെ എന്ന് വെക്കണോ എന്നാണ് ഉസ്താദ് ചോദിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. പോട്ടെ എന്ന് വെക്കാൻ പറ്റൂലേ, കാരണം നിസ്കാരം ബാത്തിലായില്ലേ അയാളത്. അയാള് 3 റക്അത്ത് 4 റക്അത്തുള്ള നിസ്കാരം 3 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയോണ്ട് നിസ്കാരം ബാത്തിലായില്ലേ. പിന്നെ പോട്ടെ എന്നൊക്കെ? അതേ സമയത്ത് മനഃപൂർവ്വം ചെയ്ത കുറ്റം ഉണ്ടാവില്ല, അറിയാത്തായതുകൊണ്ട്. സംഗതി എണ്ണപ്പെടൂലാന്ന്. 4 റക്അത്തുള്ള നിസ്കാരം 3 റക്അത്ത് നിസ്കരിച്ച എങ്ങനെ നിസ്കാരം എണ്ണുക? അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ അപ്പൊ പഠിക്കാതെന്നാ രക്ഷപ്പെട്ടു എന്ന് വരൂലേ പൊതുവിൽ? അത് തന്നെ ഈ ജാഹിലൊക്കെ മഴദൂറാവുമ്പോഴാണുള്ളൂ. അല്ലാത്ത നിങ്ങൾക്ക് അറിയില്ല ഇനിന്ന് അറിഞ്ഞാ പോരാ. ഓക്കെ. അസ്സലാമു അലൈക്കും. മാമൂമ് 3ാമത്തെ റക്അത്തില് പിന്നെ ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതാനും മറന്നു. അപ്പോ ഇമാമ് നേരത്തെ ഉസ്താദ് വിശദീകരിച്ചതുപോലെ റുക്കൂ പോയി, അത് കഴിഞ്ഞ് അവസാനത്തെ 4ാമത്തെ ഫർളിലേക്ക് എഴുന്നേറ്റു, അതായത് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഇമാം പിന്നെ നൃത്തത്തിൽ ഇമാമിന്റെ കൂടെ തുടരുക, അല്ലെങ്കിൽ ഇമാമുമായിട്ട് വിട്ടുപിരിയുക. അങ്ങനെ വിട്ടുപിരിയുന്ന സമയത്ത് ഈ മാമൂമാണെങ്കിൽ ചെറിയൊരു വിശ്വാസമുള്ള ആളും കൂടെ ആണെങ്കിൽ ഈ 3ാമത്തെ റക്അത്തിൽ ഓതിയ ആ ഫാത്തിഹ തന്നെ മതിയോ 4ാമത്തെ റക്അത്തിലേക്ക്? അതായത് റക്അത്തും കൂടി കൂടുതൽ സലാം വീട്ടിൽ നിസ്കരിക്കണം, എന്നാൽ ഈ 3ാമത്തെ റക്അത്തിലേക്ക് വേണ്ടിയ ഓതിയ ഫാത്തിഹ മതിയോ? മൂന്നാമത്തെ റക്അത്തിൽ ഓതിയ ഫാത്തിഹ മതിയാവും. എപ്പോ? ഇയാൾ ഖിയാമിൽ തന്നെയാണ്, റുക്കൂക്ക് പോയിട്ടില്ലായിരുന്നു. കാരണം ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട്
ഇമാമിനെ കൂടെ പോയിട്ടില്ല. ഇമാമ് മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നൃത്തത്തിലേക്ക് നാലാമത്തെ റക്അത്തിലെ ഖിയാമിലേക്ക് വരുമ്പോൾ രണ്ടാലൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്നിരിക്കലും ഇമാമിനെ മുഫാറഖത്ത് ചെയ്ത് സ്വന്തം ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുവും സുജൂദും ഒക്കെ ആയിട്ട് ഒറ്റക്ക് സ്കരിക്കുക. അത് ചെയ്യുന്നില്ല, ഇമാമിന്റെ കൂടെ സ്കരിക്കുകയാണ്. അപ്പൊ ഇയാള് സ്വന്തം തർത്തീബ് വിട്ട് ഇമാമിന്റെ കൂടെ തുടരാന്ന് പറഞ്ഞാൽ അപ്പോൾ അയാള് ഉണ്ടായിരുന്ന ഖിയാമിലെ ഖിറാത്താണ്. അപ്പൊ എവിടെയാണോ എത്തിയത് വെച്ചാൽ അവിടുന്ന് ബാക്കി ഓതി പൂർത്തിയാക്കിയാൽ മതി. നേരത്തെ ഓതിയത് എണ്ണപ്പെടും. ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രശ്നം. ഫാത്തിഹ കഴിഞ്ഞ് ഇമാമ് ഖിയാമിലേക്ക് വരുമ്പോഴേക്ക് ഫാത്തിഹ കഴിഞ്ഞ് ഇയാൾ റുക്കൂലേക്ക് എത്തിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടില്ല, ഫാത്തിഹ പയ്യാൻ പോയപ്പോത്തുള്ളൂ, ഫുള്ളായിട്ടില്ല. അതിന് മുമ്പ് ഇമാമ് നൃത്തത്തിലേക്ക് വന്നു. എന്നാ ഇമാമിനെ ആ നാലാമത്തെ റക്അത്തിൽ ഇമാമിനെ തുടരാ കരുതിയാൽ ഈ ഓതി എത്തിയതിന്റെ ബാക്കി ഓതിയാൽ മതി. ആ റക്അത്തിലെ ഖിറാഅത്തായിട്ട് അത് പരിഗണിക്കപ്പെടും. അങ്ങനെ ഇമാമു സലാം വീട്ടിയതിനു ശേഷം റക്അത്ത് സ്കരിക്കും. അസ്സലാമലൈക്കും. ഞാൻ പള്ളിക്ക് പോകാനായി തരാം നിങ്ങൾക്ക് മൈക്ക്. ഉസ്താദ്, ഇത് ഞാൻ വെറുതെ ചോദിച്ചല്ല ഉസ്താദ്. ഇത് ഇങ്ങനെ ഒരു സംഭവം എന്റെ അടുത്ത് ചോദിക്കുകയും അത് ബാത്തിലാണെന്ന് ഞാൻ പറയുകയും ചെയ്തപ്പോൾ അടുത്തുള്ള ഒരാൾ പറഞ്ഞു അത് സാരമില്ല, അത് അവൻ ജാഹിലാണ്, ജാഹിലിന് മഅ്ദൂറാണ്, അതുകൊണ്ട് അവനിക്ക് ആ നിസ്കാരം മറക്കേണ്ടതില്ല. ഇന്ന് മുതൽ അവനിക്ക് വിവരം ലഭിച്ചത്, ഇന്ന് മുതൽ അവൻ ചെയ്യാതിരുന്നാൽ മതി എന്നൊരു മറുപടി എന്റെ കൂടെ എന്റെ മുമ്പിൽ നിന്ന് മറ്റാൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഉസ്താദ് ചോദിച്ചാണ്. അസ്സലാമു അലൈക്കും. ചോദിച്ചുകൊണ്ട് തന്നെ പറഞ്ഞും ചെയ്തില്ലേ, ഇനി രണ്ടാമത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞല്ലോ, രണ്ട് കാരണമാണ്. അറിയുന്നവനാണെങ്കിൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാവും. അറിയാത്തവനാണെങ്കിൽ അപ്പം ബാത്തിലാവൂല, പക്ഷെ അവന്റെ ആ റക്അത്ത് എണ്ണപ്പെടൂല. അത് സലാം വീട്ടുന്നതിന് മുമ്പ് ഇയാള് ആരും പറഞ്ഞു കൊടുത്ത് അറിഞ്ഞിട്ട് ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കാതെ സലാം വീട്ടിയപ്പോ നിസ്കാരം 3 റക്അത്തേ ആയിട്ടുള്ളൂ. 3 റക്അത്ത് നിസ്കരിച്ചാൽ 4 റക്അത്തുള്ള ഫർദ് നിസ്കാരം സയ്യാവോ? ഞാൻ ഈ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഏനത്തൊന്ന് നോക്കാൻ പറഞ്ഞാൽ മതി അയാളോട്. സംഗതി സംശയം തീരും. ഞാൻ എന്റെ വക അഭിപ്രായം പറഞ്ഞല്ല, ഏനത്ത് അങ്ങനെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബാത്തിലാവൂല ഉദുറുണ്ട് എന്ന് പറഞ്ഞ എന്താണ്? ഇപ്പോൾ നിസ്കാരം ബാത്തിലാവൂല അതാ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ വലാകിന്നഹു ലാ യുഅ്തദു ബിമാ തബിഹി, അവൻ ആ ചെയ്തത് അവൻ എണ്ണപ്പെടൂല. അപ്പൊ എണ്ണപ്പെടൂല അറിയോ? സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടിട്ട് റക്അത്ത് കൂടി കൊണ്ടുവരണം. അപ്പൊ നിസ്കാരം സഹിയാവും. ജാഹിലാണെങ്കിൽ, അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അതിനൊന്നും സമയം കിട്ടൂല, അപ്പൊ തന്നെ നിസ്കാരം ബാത്തിലാവും ചെയ്യും. അപ്പൊ അറിയാത്തവൻ അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ബാത്തിലാവൂല. സലാം വീട്ടി ഇമാം സലാം വീട്ടിയതിന്റെ ശേഷം റക്അത്ത് കൂടി നിസ്കരിക്കൽ അവന്റെ മേൽ ഫർളുണ്ട്. അത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അപ്പൊ രണ്ട് കാരണം കൊണ്ടാണ് എന്ന് അതല്ലേ നേരത്തെ പറഞ്ഞ. പിന്നെന്താ രണ്ടാമതൊന്ന് ആവർത്തിക്കാൻ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ഇന്നലത്തെ പാഠത്തിലുള്ള ഒരു സംശയമാണ് ഉസ്താദെ. സംശയം എന്നല്ലാതെ പിന്നെ ഈ കുനൂത്തില് ഇന്നലെ അവിടെ പറഞ്ഞത് അവരൊക്കെ ഇത്തിയാനി ബിഹിൽ ഇമാമ ഫി സജദത്തിൽ ഊല, ഈ ഒന്നാമത്തെ സുജൂദ് എന്ന് പറയുന്ന കാരണം ഇപ്പൊ കുനൂത്ത് ഓതിയാല് ഇപ്പൊ റബ്ബി ഗഫിർ വറഹ്മാൻത ഖൈറുർ റഹീമീൻ സ്വലാത്തും സലാമൊക്കെ ചൊല്ലിയിട്ട് ഒന്നാമത്തെ സുജൂദിൽ പോകുന്നതിനേക്കാളും കുനൂത്ത് മുഴുവനും ഓതി 2 ഫർള് കഴിഞ്ഞ് 3ാമത്തെ ഫർളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇമാമിന് എത്തിയാൽ പോരെ? ഒന്നതാണ്. 2 ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ അല്ലെങ്കിൽ ആ നേരത്തെ ഇന്നലെ അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഇമാമ് അത്തഹിയാത്ത് ഓതാതെ നൃത്തത്തിലേക്ക് പോയി. മഹ്മൂമ് അത്തഹിയാത്ത് ഓതുകയും പോവുകയും ചെയ്യാം. പിന്നെ പിരിയലാണെങ്കിൽ മുഫാറഖത്തിന്റെ നിയത്ത് ചെയ്യുകയാണെങ്കിൽ ജമാഅത്തിന്റെ കൂലിയും കിട്ടും, അത്തഹിയാത്ത് ഓതിന്റെ കൂലിയും കിട്ടും എന്ന് പറഞ്ഞു. രണ്ടും അവ്വാള് സുന്നത്ത് തന്നെയാണല്ലോ. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ സാഹിബിന്റെ ചെയ്യേണ്ട സുന്നത്തുകൾ തന്നെയാണല്ലോ. ഇവിടെ ഈ കുനൂത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇമാമിനെ അവിടെ വിട്ടുപിരിയാൻ പറ്റുമോ കുനൂത്തിന്റെ മുഴുവനും കൂലി കിട്ടാൻ വേണ്ടി എന്നുള്ള ചോദ്യം ഉന്നയിച്ചു. അസ്സലാമു അലൈക്കും. എന്തൊക്കെയപ്പോ നിങ്ങൾ ചോദിച്ചത്? സുന്നത്തുള്ളതാണോ ചോദ്യം, അതല്ല നിസ്കാരം സഹിയാണതാണോ ചോദ്യം?
ആകപ്പാടെ നിങ്ങൾക്ക് എന്തൊക്കെ തിരിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഖുനൂത്ത് ഇമാമ് മനഃപൂർവ്വം ഒഴിവാക്കി അല്ലെങ്കിൽ മറന്ന് ഒഴിവാക്കി പോയി. അവിടെ ഇമാമിനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഖുനൂത്ത് ഓതാം, കുഴപ്പമൊന്നുമില്ല. എതിർകൊണ്ടിട്ടുള്ള വിട്ടുപിരിച്ചിൽ തന്നെയാണ്. പക്ഷെ അവിടെ വേറൊരു സൗകര്യവും കൂടി ഉണ്ട്. ഇമാമിനെ വിട്ടുപിരിയാതെ തന്നെ വേഗത്തിൽ ഖുനൂത്ത് പൂർത്തിയാക്കുകയും ഇമാമ് ഒന്നാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നതിന്റെ മുമ്പ് സുജൂദിലെത്തുകയും ചെയ്താൽ ഖുനൂത്ത് സുന്നത്തുണ്ട് ബിലാ കറാഹത്തിൻ. കറാഹത്ത് വരൂല്ല. കാരണം ഒരു ഫർള് പൂർണ്ണമായി ഇമാമിനെ വിട്ട് പിന്തൽ കറാഹത്താണ്. ആ കറാഹത്ത് വരാതിരിക്കണമെങ്കിൽ ഇമാമ് ഒന്നാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നതിനു മുമ്പ് മഅ്മൂമ് ഖുനൂത്ത് പൂർത്തിയാക്കി സുജൂദിൽ എത്തണം. അതൊരു മസ്അലയാണ്. ഖുനൂത്ത് ഓതൽ സുന്നത്താക, ഇമാമിനെ വിട്ടുപിരിയാതെ ഖുനൂത്ത് ഓതൽ സുന്നത്താകണമെങ്കിൽ ഒന്നാം സുജൂദ് കഴിയുന്നതിന് മുമ്പ് മഅ്മൂമ് സുജൂദിലെത്തണം. അപ്പോഴേ സുന്നത്തുള്ളൂ. പിന്നെ പോരേന്ന് ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്താ ഈ പൗതി മനസ്സിലാക്കുന്നത്? പോരേന്ന് ചോദിച്ച ചോദ്യം നിസ്കാരം അല്ലെങ്കിൽ ബാത്തിലാവും എന്നുള്ള അർത്ഥത്തിനാണ്. അത് പറഞ്ഞേക്ക് 2 ഫർള് പൂർണ്ണമായി മൂന്നാമത്തെ ഫർളിലേക്ക് ഇമാമ് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെന്നാൽ തന്നെ നിസ്കാരം സഹിയാവും. പക്ഷേ ഒരു സുജൂദിലും അതുപോലെ തന്നെ ഈ ഇടയിലിരുത്തത്തിലും ഇമാമിനോട് കൂടെ വരാത്തത് കൊണ്ട് കറാഹത്ത് വരും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇമാമിനെ വിട്ടുപിരിയാതെ ഖുനൂത്ത് ഓതാൻ വേണ്ടി പിന്തി നിൽക്കാം. ആ പിന്തി നിൽക്കുമ്പോൾ സുന്നത്തായ രീതി വരണമെങ്കിൽ ഒന്നാം സുജൂദിൽ ഇമാമിന്റെ കൂടെ വരണം. കാരണം ഒരു ഫർള് പൂർണ്ണമായി ഇമാമിനെ വിട്ട് പിന്തൽ കറാഹത്താണ്. ആ കറാഹത്ത് വരാതെ സുന്നത്ത് കിട്ടണമെങ്കിൽ ഖുനൂത്ത് ഓതി ഒന്നാം സുജൂദ് കഴിയുന്നതിന് മുമ്പ് അവിടെ എത്തണം. എന്നാലേ ഈ സുന്നത്തുള്ളൂന്ന്. അതൊരു മസല വേറെ, സുന്നത്തിന്റെ മസല ഒന്ന് വേറെയാണ്. മറ്റൊന്ന് സഹീഹാകുന്ന മസലയാണ്. ഇമാമ് ഇടയിലിരുത്തം കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദിലേക്ക് കുനിയുന്നതിന്റെ മുമ്പ് ഇമാമൂമ് എന്ത് ചെയ്താൽ മതി? സുജൂദിലെത്തിയാൽ മതി. എന്നാ നിസ്കാരം ബാത്തിലാവൂല. കാരണം ഉദ്റില്ലാതെ 2 ഫർള് പൂർണ്ണമായതുകൊണ്ട് പിന്താൻ പാടില്ല എന്ന് പറഞ്ഞ മസലയാണത്. പക്ഷെ അവിടെ പിന്താന്ന് പറഞ്ഞാൽ തന്നെ 2 ഫർള് കൊണ്ട് ഇമാമിനെ പിന്തുമ്പോൾ കറാഹത്ത് വരും. അത് മനസ്സിലായപ്പോ നിങ്ങൾക്ക്? ചോദിക്കുമ്പോ കാര്യമായി തന്നെ ചോദിക്കുക. മനസ്സിലായോ? അതേ സമയത്ത് അത്തഹിയ്യാത്തിന്റെ മസ്അല വേറെയാണ്. അത്തഹിയ്യാത്തിന്റെ മസ്അല ഇമാമ് ഇരിക്കാതെ മഅ്മൂം ഇരിക്കുമ്പോൾ ഇമാമ് ചെയ്യാത്ത ഒരു പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് പ്രകടമായ പ്രവൃത്തി ആയതുകൊണ്ട് ഇമാമ് തീരെ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പാടില്ല എന്നാ നിയമം. അപ്പോ അവിടെ ഇരുന്നാൽ ഇമാമ് ചെയ്യാത്തൊരു പ്രവൃത്തി മുഖാലഫത്ത് വരുന്ന ഒരു സുന്നത്തായത്, മുഖാലഫത്ത് ഫാഹിഷത്ത് വരുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അവിടെ ഒന്നിരിക്കൽ ഇമാമിന്റെ കൂടെ അത്തഹിയ്യാത്ത് ഒഴിവാക്കി പോകണം. അതല്ലെങ്കിൽ ഇമാമിനെ മുഫാറഖത്ത് ചെയ്ത് ഉദ്റുള്ളത് കൊണ്ട് മുഫാറഖത്ത് ചെയ്ത് അത്തഹിയ്യാത്ത് ഓതണം. ഖുനൂത്ത് അങ്ങനെയല്ല. ഖുനൂത്ത് ഇമാമ് നിന്ന നൃത്തം മഅ്മൂമ് നീട്ടണേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ മുഖാലഫത്ത് ഫാഹിഷത്ത് ഇല്ല. അതുകൊണ്ടാണ് അവിടെ ബാത്തിലാവൂല. ഒന്നാം സുജൂദിൽ ഇമാമിന്റെ കൂടെ എത്തുകയാണെങ്കിൽ സുന്നത്ത് തന്നെ വരും. ഇനി പൂർണ്ണമായ 2 ഫർദ് കൊണ്ട് പിന്താത്തോടത്തോളം നിസ്കാരം ബാത്തിലാവൂല എന്ന് പറയാൻ കാരണം ഇമാമ് ചെയ്യാത്തൊരു പ്രവൃത്തി മഅ്മൂമ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മുഖാലഫത്ത് ഫാഹിഷത്ത് ഇല്ല. ഖുനൂത്തും അത്തഹിയ്യാത്തും സുജൂദ് ചെയ്യേണ്ടതാണോ എന്ന് പറഞ്ഞാ പോരാ. നിങ്ങളെത്താ ഈ കുട്ടികൾ പറയും പോലെ പറയണേ? ഒന്നിൽ മുഖാലഫത്ത് ഫാഹിഷത്തുണ്ട്. അത്തഹിയ്യാത്തിന്റെ അവിടെ മുഖാലഫത്ത് ഫാഹിഷത്തുണ്ട്. ഖുനൂത്തിന്റെ അവിടെ മുഖാലഫത്ത് ഫാഹിഷത്ത് ഇല്ല. കാരണം അത്തഹിയ്യാത്തിന്റെ അവിടെ ഇമാമ് ചെയ്യാത്തൊരു പ്രവൃത്തി മഅ്മൂമ് ചെയ്യുന്നുണ്ട്. ഖുനൂത്തിന്റെ അവിടെ ഇമാമ് ചെയ്തത് അല്പം നീട്ടുന്നേ ഉള്ളൂ, പുതിയതൊന്നും ചെയ്യുന്നില്ല. രണ്ടും ഒരുപോലെയല്ല. അബ്വാബ് സുന്നത്താണ്, ഒഴിവാക്കിയ സഹവിന്റെ സുജൂദ് ആണെന്ന് പറഞ്ഞാൽ മാത്രം നോക്കിയാ പോരാ. അസ്സലാമു അലൈക്കും. ഈ നമ്മുടെ
പിന്നെ ഇമാമിന്റെ ഒപ്പം നിസ്കരിക്കുമ്പോൾ തന്നെ ഇമാമ് നല്ല സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതുമ്പം തന്നെ നമുക്ക് ഫാത്തിഹ ഓതി തുടങ്ങാൻ തീരൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ അത് ഫാത്തിഹ മുഴുവനായിട്ട് ഓതുന്നതാണോ നല്ലത്? ഞാൻ തുടക്കത്തിൽ ക്ലാസ്സിലില്ലായിരുന്നു, സിസ്റ്റത്തിന് ചെറിയൊരു കംപ്ലൈന്റ്, അതുകൊണ്ടായിരുന്നു മൈക്ക് റിലീസ് ചെയ്യുന്നത്. ഇമാമ് കുറച്ച് സ്പീഡിൽ ഓതുന്ന ആളാണ്, പിന്തി നിന്നാൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടില്ല എന്ന് കാണുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഫാത്തിഹ ഓതുകയാണ് മഅ്മൂമ് വേണ്ടത്. അതാണ് സുന്നത്തായ രീതി. ഇനി അവിടെ മുവാഫിഖാണ്, അതായത് മിതമായ നിരക്ക് ഓതുകയാണെങ്കിൽ ഇമാമിന്റെ കൂടെ ഓതാൻ സമയം കിട്ടുന്ന സാഹചര്യത്തിൽ തുടർന്നവനാണെങ്കിൽ പിന്തിയാലും അവന് ബാക്കി ഫാത്തിഹ പൂർത്തിയാക്കി ഇമാമിന്റെ പിന്നിൽ പോയാൽ മതി. പക്ഷേ അതിനേക്കാളും നല്ലത് വേഗം തന്നെ ഫാത്തിഹ തുടങ്ങി ഇമാമിന്റെ കൂടെ റുക്കൂയിൽ കിട്ടുന്ന നിലക്ക് ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി ഇമാമിന്റെ ഫാത്തിഹ കഴിയാൻ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ തുടങ്ങുക. പക്ഷെ ആ തുടങ്ങുമ്പോൾ എന്താക്കുക, കഴിയുമെങ്കിൽ ഒരായത്തെങ്കിലും ഇമാമിന്റെ തൊട്ട് പിന്നിൽ പിറകിലായി പോകാൻ നോക്കൽ സുന്നത്തുണ്ട്. ഒപ്പത്തിനൊപ്പമായാലും അല്ലെങ്കിൽ ഇമാമിന്റെ മുമ്പ് തന്നെ ആയാലും ഫാത്തിഹ സഹിയാവും. ഇമാമിന്റെ മുമ്പ് തന്നെ ഫാത്തിഹ മഅ്മൂമിന്റെ കഴിഞ്ഞാലും സഹിയാവും, ഇമാമിന്റെ ഒപ്പത്തിനൊപ്പാണെങ്കിലും സഹിയാവും. പക്ഷെ സുന്നത്തല്ല. സുന്നത്ത് കിട്ടണമെങ്കിൽ ഒരു പക്ഷേ ഫാത്തിഹ പൂർത്തിയായിട്ട് തുടങ്ങണം. അത് പക്ഷേ നേരത്തെ പറഞ്ഞേക്ക് സമയം കിട്ടൂല എന്ന് കണ്ടാൽ അല്പം ബേക്കിലായിട്ട്. ഇപ്പൊ ഉദാഹരണം, ഇമാമ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മഅ്മൂമ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു. ഇമാം അർറഹ്മാനിർ റഹീം പറയുമ്പോൾ മഅ്മൂമ് എന്താ അൽഹംദുലില്ലാഹി റബ്ബി. എന്നാ എന്താക്കാ, ഇമാമ് റുക്കൂയിൽ പോയാലും ഒരായത്തൊക്കെ അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ, അപ്പൊ നമുക്ക് ആ റുക്കൂയിൽ കിട്ടും. അങ്ങനെയാണ് വേണ്ടത്. ഒപ്പത്തിനൊപ്പമാകുന്നത് കഴിയുന്നതും ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ അവസാനം വരെ പിന്തിച്ചാൽ ഇമാമ് വളരെ പെട്ടെന്ന് പോകുന്ന ആളായതുകൊണ്ട് ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് കാണുന്ന സാഹചര്യത്തിൽ ലാസ്റ്റ് വരെ കാത്തിക്കാതെ, എന്നാൽ ഇമാമിന്റെ മുമ്പിലോ ഒപ്പമോ ആകാതെ അല്പം പിന്നിലാകാനാണ് സുന്നത്ത്. ഇനി ഒരാൾ ഒപ്പം തന്നെ ഓതുകയോ അല്ലെങ്കിൽ ഇമാം ഓതി തീരുന്നതിന് മുമ്പ് മഅ്മൂമിന്റെ തീരുകയോ ചെയ്താൽ ഫാത്തിഹ സഹിയാകും, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അതിനൊപ്പം തന്നെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിട്ടാണ് ഇപ്പം തന്നെ ചാടി ചോദിച്ചത്. പിന്നെ ഇമാമ് വലല്ലാലിൻ ആമീൻ ചെല്ലുമ്പോൾ നമ്മൾ മഅ്മൂമുകളും ആമീൻ ചെല്ലണം എന്നാണല്ലോ. അന്നേരം അതിന്റെ ഇടയിൽ നമ്മളെ ഫാത്തിഹ തീരുന്നില്ല, അതിന്റെ ഇടയിലാണ് നമ്മൾ ഏതിലേക്കാണ് മടങ്ങേണ്ടത് ഒന്ന് വിശദീകരിക്കാൻ. നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇമാമു വലല്ലാലിൻ ആമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓതിയ എവിടെ എത്തിയെന്ന് വെച്ചാൽ അവിടെ നിർത്തിയിട്ട് ഇമാമിന്റെ കൂടെ ആമീൻ എന്ന് പറയുകയും എന്നിട്ട് നേരത്തെ എത്തിയ എവിടെ വെച്ചാൽ അവിടുന്ന് തുടർന്ന് ഓതുകയും ചെയ്താൽ മതി. അതുകൊണ്ട് ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയില്ല. കാരണം ഇമാമിന്റെ ഓത്തിന് വേണ്ടി ആമീൻ പറയൽ മഅ്മൂമിന് സുന്നത്തുള്ളതായത് കൊണ്ട് നിസ്കാരവുമായി ബന്ധമുള്ളതാണ് ആമീൻ എന്നത് കാരണം ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയില്ല. അപ്പൊ എവിടെ എത്തിയെന്ന് വെച്ചാൽ അവിടുന്ന് തുടർന്ന് ഓതിയാൽ മതി. പിന്നെ ഇവിടെ ഗൾഫില് ഇമാമുമായിട്ട് തുടർന്ന് നിസ്കരിക്കുമ്പോൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഫാത്തിഹ കഴിഞ്ഞു, ഇമാമിന്റെ സൂറത്ത് കഴിഞ്ഞു, റുക്കൂയിലേക്ക് പോകാൻ നിൽക്കുന്ന നേരത്താണ് മഅ്മൂമിന് ഓർമ്മ വന്നത് ഫാത്തിഹ ഓതിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഇത് അനുസരിച്ചിട്ട് നമ്മൾ ഇമാമിന്റെ കൂടെ തന്നെ റുക്കൂയിൽ പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു വലിക്കും, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ചൂടാവും. അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് മനഃപൂർവ്വം തന്നെ റുക്കൂയിലേക്ക് പോയി ഫാത്തിഹ ഓതാതെ റുക്കൂയിലേക്ക് പോയി ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്തും കൂടി നിസ്കരിച്ചാൽ മതിയോ? പോരാ, നിസ്കാരം ബാത്തിലാവും. ഫാത്തിഹ ഓതി പൂർത്തിയാക്കാതെ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോയാൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാവും. രണ്ടാമത് മടക്കി നിസ്കരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഓനെ മദ്ഹബ് തഖ്ലീദ് ചെയ്യണം. ഹനഫി മദ്ഹബൊക്കെ ആണെങ്കിൽ ഹനഫി മദ്ഹബിന് ഇമാമ് ഓതിയാ മതി, മഅ്മൂം ഓതണ്ടാന്ന, അല്ലാതെ നമുക്ക് പറ്റൂല. ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് തുടർന്നാൽ ഇമാമിന്റെ കൂടെ മുവാഫിഖായി തുടർന്നവനാണെങ്കിൽ ഫാത്തിഹ ഓതിയേ പറ്റൂ. ഫാത്തിഹ ഓതാതെ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഓതാന്നുള്ള നിലക്ക് നിന്നു, പക്ഷേ ഇമാമ് തീരെ സൂറത്ത് ഓതിയില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ സൂറത്ത് ഓതി വേഗം റുക്കൂയിൽ പോയി, അപ്പോൾ നമ്മളെ ഫാത്തിഹ പൂർത്തിയായില്ല, എന്നാൽ അവിടെ നിന്ന് പൂർത്തിയാക്കൽ വുജൂബാണ്. ആൾക്കാർ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട് ഫാത്തിഹ പൂർത്തിയാക്കാതെ റുക്കൂയിൽ പോയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പൊ പിന്നെ ഇമാമ് സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്തല്ല മുഴുവൻ മടക്കി നിസ്കരിക്കേണ്ടി വരും. ആദ്യത്തെ നിസ്കാരം ബാത്തിലാവും.
ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ക്യൂലുണ്ടായിരുന്ന ആളാണ്. അതിന്റെ ഇടയ്ക്ക് മറ്റേ മുസ്തഫ മണിപ്പുരം ഒന്ന് കയറിയ കാരണം റൈസാന്റെ താറ്റിപ്പോയി, അതുകൊണ്ട് കയറിയതാണ്. ഉസ്താദ്, എനിക്കുള്ള സംശയം എന്താണെങ്കിൽ, ജമാഅത്ത് തുടങ്ങി ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ ചൊല്ലി ഫാത്തിഹ ഓതി കഴിഞ്ഞു. അപ്പൊ കയറി വന്ന മാമൂമ് നിയത്ത് ചെയ്തത് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയത്ത് ചെയ്ത് കൈ കെട്ടി. പക്ഷെ കൈ കെട്ടിയപ്പോഴാണ് ഇമാമ സൂറത്ത് ഓതുന്നത് കുറച്ച് വലിയ സൂറത്താന്ന് മനസ്സിലാക്കിയപ്പോ ആള് വജ്ഹത്തും ഔദൊക്കെ ഓതി എന്നിട്ട് ഫാത്തിഹയൊക്കെ ഓതിയിട്ട് പൂർണ്ണമായിട്ട് എല്ലാം ചൊല്ലി പോന്നു. അങ്ങനെ ആവുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? നമസ്കാരത്തിന് കുഴപ്പമുണ്ടാ? ഒരു ചോദ്യം കൂടി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അവിടെ കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ വരുന്നതിന് മുമ്പ് ഇമാം ഫാത്തിഹ കഴിഞ്ഞെങ്കിലും നമ്മൾ തക്ബീർ കെട്ടിയപ്പം ഇമാം അല്പം ദീർഘമായ സൂറത്താണ് ഓതുന്നതായി നമ്മൾ കേട്ടത്. അപ്പൊ ഇമാമിന്റെ കൂടെ വജ്ജത്തും അഴുതും ഒക്കെ ഓതിയാലും ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വജ്ജത്തും അഴുതും ഒക്കെ ഓതിക്കൊണ്ട് തന്നെ ഫാത്തിഹ ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെ റക്അത്ത് ഫാത്തിഹ പൂർത്തിയായി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, തന്നെയല്ല സുന്നത്തും കിട്ടും. പക്ഷെ സംശയമുള്ളോടത്ത് ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ ളുഹ്ർ അസറൊക്കെ പോലത്തെ നിസ്കാരങ്ങളാവുമ്പോ ഇമാം ഏതാണ് ഓതുന്നതെന്ന് നമുക്ക് കേൾക്കൂലല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഇമാം വളരെ ചെറിയ സൂറത്ത് ഓതിയെന്ന് വരും, ചിലപ്പോൾ തീരെ സൂറത്ത് ഓതിയില്ലാന്ന് വരും. അപ്പോ നമ്മൾ കുറച്ച് താമസിച്ച് വരുമ്പോ ഫാത്തിഹ പൂർത്തിയാക്കാൻ സമയം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ വജ്ജത്ത് ഓതണ്ട, അഴുതൊന്നും ഓതണ്ട, നേരെ ബിസ്മില്ലാണ്ട് തുടങ്ങിയാൽ മതി. എന്നാ പിന്നെ ഇമാമിന്റെ കൂടെ മുഴുവൻ കിട്ടിക്കോട്ടെ, കിട്ടിയിട്ടില്ല ഇമാം ഇടക്ക് റുക്കൂ പോകുകയാണെങ്കിൽ നമുക്ക് കൂടെ റുക്കൂ പോയാൽ മതി. അതേ സമയത്ത് ചോദ്യത്തിൽ പറഞ്ഞേക്ക് ഇമാം ഓതുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് സൂറത്ത്, അപ്പൊ കുറച്ച് വലിയ സൂറത്താണ്. അപ്പൊ നമുക്ക് വജ്ജത്തും അഴുതും ഒക്കെ ഓതിയാലും ഫാത്തിഹ ഓതാൻ സമയം കിട്ടുമെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് സുന്നത്തുണ്ട്, വജ്ജത്ത് ഓതലും സുന്നത്തുണ്ട്, അഴുത് ഓതലും സുന്നത്തുണ്ട്. അങ്ങനെ ഓതും ചെയ്യാം. ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതി പൂർത്തിയാക്കിയാൽ മതി. ഇനി സംഗതി വശാൽ ഇമാമ ഇടക്ക് വെച്ചിട്ട് അങ്ങോട്ട് എന്തായിപ്പോയി, നമ്മൾ ഫാത്തിഹ ഓതാൻ സമയം കിട്ടുമെന്ന് കരുതിക്കാണ്ടാണ് വജ്ജത്തും അഴുതൊക്കെ ഓതിയത്. പക്ഷെ വലിയ സൂറത്താണെങ്കിലും ഇമാമ് കുറച്ചെത്തിയപ്പം അവിടെ മുറിച്ചിട്ട് റുക്കൂക്കാട് പോയിക്കുക. എന്നാ പിന്നെ വേഗം നമ്മൾ വജ്ജത്ത് ഓതാൻ ഉപയോഗിച്ച അത്ര സമയം വേഗം ഫാത്തിഹ ഓതിയിട്ട് ഇമാമിന്റെ കൂടെ പോയാൽ മതി. അവിടെ ഉഴുതുണ്ട്. അപ്പൊ 3 ഫർദ് വരെ പിന്താൻ അനുവാദമുള്ള സ്ഥലമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ വത്തുൽമീൻ ക്ലാസ് കേട്ട് വളരെ സന്തോഷമായി. ചെറിയൊരു സംശയം. പിന്നെ ഒരാള് ഫാത്തിഹ സൂറത്ത് ഓതി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതി, അതല്ലെങ്കിൽ വലല്ലാലീൻ എന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയിട്ടുണ്ടോ ഇല്ല എന്ന് സംശയം വന്നാൽ അവിടെ ഫാത്തിഹ വീണ്ടും മടക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നൊരു സംശയം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉണ്ട്, മടക്കണം. അവിടെ മടക്കിയേ പറ്റുള്ളൂ. മറ്റേത് നമ്മൾ ഫാത്തിഹ കഴിഞ്ഞ് വലല്ലാലീൻ ആമീൻ പറഞ്ഞതിന് ശേഷം റുക്കൂ പോയി. റുക്കൂ ചെന്നതിന് ശേഷം സംശയായി, ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിനിയോ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിനിയോ ഒരു സംശയാൽ ഇനി അങ്ങോട്ട് മടങ്ങി പോകേണ്ടതുമില്ല, അത് ഓതേണ്ടതുമില്ല. കാരണം എന്താ, ഫാത്തിഹ പൂർത്തിയാക്കി ഖിയാമാവുന്ന ഫർദ് കഴിഞ്ഞ് നമ്മൾ റുക്കൂലെത്തി. അപ്പൊ പിന്നെ ആ ഫാത്തിഹ ശരിക്ക് പൂർത്തിയായി എന്ന് വെച്ചാൽ മതി. ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ അങ്ങനെയല്ല, ഓതിക്കൊണ്ടിരിക്കുകയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എത്തിയോർത്തോ അല്ലെങ്കിൽ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എത്തിയപ്പോഴോ ഫാത്തിഹ ഓതി ഇങ്ങനെ പൂർത്തിയാവുന്നതിന്റെ ഇടക്ക് ഏതെങ്കിലും ഒരു ആയത്ത് വിട്ടുപോയോ എന്ന് സംശയം വന്നാൽ ആ വിട്ടുപോയ ആയത്തും അതിന് ശേഷമുള്ളതും തുടർന്നോതൽ വുജൂബാണ്. ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയോ എന്നാണ് സംശയമെങ്കിൽ രണ്ടാമത് ബിസ്മി മുതൽക്ക് ഫുള്ള് ഓതണം. അല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതിയോ എന്നാണ് സംശയമെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ ബാക്കി മുഴുവൻ രണ്ടാമത് മടക്കി ഓതൽ നിർബന്ധമാണ്. അത് സുന്നത്തൊന്നുമില്ല, അവിടെ നിർബന്ധം തന്നെയല്ല, ഞാൻ നമ്മൾ നമസ്കാരം ചെയ്യാവില്ല. അപ്പോ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖിയാമിൽ നിന്നിട്ട് റുക്കൂലേക്ക് പോകുന്നതിന് മുമ്പോ സംശയം വന്നാൽ ആ സംശയമുള്ളത് തീർക്കുകയും എന്നിട്ട് ശേഷമുള്ളത് കൊണ്ടുവരികയും വേണം. അതേ സമയത്ത് റുക്കൂയിലെത്തിയതിന് ശേഷമാണ് ഈ പറഞ്ഞേക്ക് ഒരായത്ത് ഏതെങ്കിലും ഓതിയോ എന്ന് സംശയം വന്നതെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല, അതിന് മടങ്ങി പോകേണ്ട ആവശ്യവുമില്ല. അതേസമയത്ത് ഫാത്തിഹ തന്നെ ഓതിയോ എന്നാണ് സംശയമെങ്കിലോ മടങ്ങി പോവുകയും വേണം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാത്തിഹ ഓതി പൂർത്തിയാക്കി എന്ന് നമുക്ക് ഉറപ്പാണ്, പക്ഷെ അതിൽപ്പെട്ട ഏതോ ഒരായത്തൊഴിഞ്ഞോ എന്നാണ് സംശയം. അവിടെ
ആ ഫർള് പൂർത്തിയാവുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ സംശയം തീർക്കുകയും ബാക്കിയുള്ളത് ചെയ്യുകയും വേണം. ആ ഫർള് കഴിഞ്ഞ് അടുത്ത ഫർളിലെത്തിയതിനു ശേഷമാണ് സംശയം വന്നതെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം ഉണ്ട് ഉസ്താദേ. പിന്നെ സാധാരണഗതിയിൽ ഫാത്തിഹ ഓതുമ്പോഴുള്ള പ്രശ്നമാണ്. ചില ആളുകൾ തജ്വീദൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ ചേർത്ത് ഓതുകയാണെങ്കിൽ ആയത്തുകൾ തമ്മിൽ ചേർത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇങ്ങനെ ഓതേണ്ടതിന് പകരമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് ഇങ്ങനെ പിന്നെ അവർ വഖഫ് ചെയ്യുന്നുമില്ല. അതേ അവസരത്തിൽ പിന്നെ ശരിയായ തജ്വീദ് അനുസരിച്ച് ഓതുന്നുമില്ല. ഇങ്ങനെ പല ആളുകൾ ഓതുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓതിയാലുള്ള ഫാത്തിഹന്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ അറിഞ്ഞ ഉപകാരമായിരുന്നു. പിന്നെ ഒരാള് ഷുഗർ കൂടുതലാണെന്ന് ഉസ്താദിനോട് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി PM ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞമ്മദ് എന്ന് പറഞ്ഞ ആളോട് ദ്വാരക്കാൻ ഉൾപ്പെടുത്തിമാണ്. അസ്സലാമു അലൈക്കും. തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതലാണ് വേണ്ടത്. പക്ഷേ നഹ്വിന്റെ കായിദയിൽപ്പെട്ട ഏതെങ്കിലും വൈഫായ ഒരു ഖൗൽ അനുസരിച്ചെങ്കിലും അറബിയത്തനുസരിച്ച് സഹീഹാവുന്ന രീതിയിൽ ഓതിയാൽ നിസ്കാരം സഹിയാവും. തമ്മിൽ മനസ്സിലായോ? ചില മുഅത്തമദായ മുഅക്കദായ നഹ്വിന്റെ നിയമം അനുസരിച്ച് തെറ്റാണെങ്കിൽ പോലും വഈഫായ വജ്ഹനുസരിച്ചെങ്കിലും നഹ്വിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഓത്താണ് ഓതിയതെങ്കിൽ ഖിറാഅത്ത് സഹീഹാണ് എന്ന് ഹുക്മ ചെയ്യും. തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഈ പറഞ്ഞ നഹ്വിന്റെ ഖായിദക്ക് യോജിച്ചുകൊണ്ട് തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതൽ ഉത്തമമായ രീതിയാണ്. അതിന് സുന്നത്ത് മുഅക്കദത്ത് എന്നൊക്കെ പറയാം. എന്നാൽ ചില തജ്വീദിന്റെ ചില നിയമങ്ങൾ പാലിക്കാതെ വന്നാൽ അറബിയത്തിന്റെ കായിദയിൽ നിന്ന് വ്യത്യാസപ്പെട്ടു പോവും. മുഅത്തമദല്ലാത്ത ലൈഫായെങ്കിലും ഒരു വജ്ഹനുസരിച്ച് മൊക്കാത്തൊരവസ്ഥ വന്നാൽ ഖിറാഅത്ത് ബാത്തിലാണ്, അത് സഹിയാവൂല. അങ്ങനെ പിന്നെ ഷുഗർ കുറച്ച് അങ്ങോട്ട് കൊടുക്കാനുള്ളത് അത്ര ഉസ്താദിന്റെ അടുത്തുണ്ട്. അതപ്പൊ പ്രശ്നം. എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നോർമലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുക. അല്ലാതെ എന്താ ഇനി കാട്ടുക? പണ്ടൊരാള് പറഞ്ഞേക്ക് കോമരും കൊണ്ടേ പോവുള്ളൂന്നാ. അങ്ങനെയുണ്ട്. ചില ശൈത്താൻ കൂടിയാലേ ശൈത്താൻ ഇളക്കാൻ നോക്കുമ്പോ എങ്ങനെ ഇളക്കിയാലും ശൈത്താൻ പറയും ഈ കോമരത്തും വന്ന് ഞാൻ പോവില്ല, പോണെങ്കില് കോമരം കൊണ്ടേ പോവുള്ളൂ പറയും. എന്നേക്കുള്ളൊരു ശൈത്താനാണ് ഈ ഷുഗർ കംപ്ലൈന്റ്. അത് വന്ന് പെട്ടാ പിന്നെ കോമരം കൊണ്ടേ പോവുള്ളൂ. ഏതായാലും അള്ളാഹുവേ നോർമലാക്കി നിർത്തി തരട്ടെ. അതിനൊക്കെ കഴിയും. മനസ്സിലായില്ലേ? അത് ചിട്ടയൊക്കെ പാലിച്ചുകൊണ്ട് അതിന് ചെറിയ ചികിത്സാ മുറകളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മറ്റുള്ള രോഗത്തിന്, അതുപോലെ കണ്ണിനെയോ കാലിനെയോ ഓർമ്മശക്തിയെയോ ഒക്കെ ബാധിക്കാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ലാഹൗല നല്ലോണം ചെല്ലിയാല് അമിതാവൂല. നമ്മളെ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന് വല്ലാതെ ഷുഗർ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ വല്ലാതെ. പക്ഷെ ധാരാളം ഹൗഖലത്ത് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ പതിവാക്കിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ മഹാനവറുകളെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? 700 എത്തിനോ, എങ്ങനെയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത് എന്നിട്ട് ചോദിക്കാണ് ചെയ്ത്. അല്ല, നിങ്ങൾ മുസ്ലിയാരെ എങ്ങനെയാണ് ഇത്രമാത്രം ഷുഗർ കംപ്ലൈന്റ് ഉണ്ടായിട്ട് കാര്യമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പൊ അതിന് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ഒരു മരുന്ന് ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ മരുന്ന് കൊണ്ടാണ് ഞാൻ
എന്റെ ആരോഗ്യം നിലനിർത്തുന്നത്. അതെന്താന്ന് ചോദിച്ചപ്പം ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന ഒരു ലേഹമുണ്ട് ഞങ്ങൾക്ക്. അത് ഒരു 300 മില്ലിയിൽ കുറയാതെ ദിവസം ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് എന്താക്കാറില്ല, വല്ലാതെ പിടുത്തം വിടാറില്ല. അപ്പൊ മനസ്സിലായില്ലേ? നന്നായിട്ട് ഹൗക്കലത്ത് ചെല്ലിയാൽ അതുകൊണ്ട് ഷുഗർ കംപ്ലൈന്റ് പോകുന്നല്ല. ഷുഗർ കംപ്ലൈന്റ് 300 വട്ടെ, അതാ 300 മില്ലി അറിഞ്ഞ് ഷുഗർ കംപ്ലൈന്റ് പോകുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവില്ല. മറ്റുള്ള അങ്ങനെ ഉണ്ടാവില്ല. അറ്റാക്കിന് കാരണമാവുക, കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുക, കേൾവിയെ ബാധിക്കുക, ചിന്താശക്തിയെ ബാധിക്കുക, ചലനശേഷിയെ ബാധിക്കുക, ചില ആളുകളൊക്കെ കാല് മുറിക്കേണ്ടി വരിക ഒക്കെ പറയും. ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകളൊന്നും വരാതെ നിലനിർത്തും ഈ ഹൗക്കലത്ത് വർദ്ധിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തെരുമാറാകട്ടെ. അതിനു വേണ്ട നിലക്കുള്ള എല്ലാ തൗഫീഖും അല്ലാഹു തആല നൽകട്ടെ എന്ന് ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ ക്ലാസ് പുതിയ ആളാണ്. 2-4 ദിവസമായിട്ട് ക്ലാസ് കയറിയിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ലാസ് ഏകദേശം അവസാനിക്കാനാവും. ഈ ഡ്രസ് റിപ്പീറ്റ് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടോ? എത്ര മണിക്കാണ് ഇത് തുടങ്ങാറ് എന്നതും ഒന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ ഒരു സംശയം, സഹവിന്റെ സുജൂദിലും ശുക്റിന്റെ സുജൂദിലും എന്താണ് ചൊല്ലേണ്ടത്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ശുക്റിന്റെ സുജൂദിലും അതുപോലെ സഹ്വിന്റെ സുജൂദിലും തിലാവത്തിന്റെ സുജൂദിലും ഒക്കെ ഏറ്റവും നല്ലത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന തസ്ബീഹ് തന്നെയാണ്. ഇനി അതിന്റെ പുറമെ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഔലിഹി വഖുവതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് തുടങ്ങിയ ദിക്റാവാം. പക്ഷെ ഏറ്റവും ഉത്തമം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്ർ തന്നെയാണ്. പിന്നെ സുഹൃത്തിനോട് ഉണർത്താനുള്ളത്, അബൂറഫ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അഡ്മിന്മാരെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ID കാർഡും ഇവിടെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഫത്ഹുൽ മുഈൻ തുടക്കം മുതൽ ഉള്ള മുഴുവൻ ക്ലാസും നമ്മുടെ സൈറ്റിലുണ്ട്. അതിന്റെ ലിങ്ക് അദ്ദേഹം തരും എന്ന് മാത്രമല്ല, വളരെ ഭംഗിയായ നിരക്ക് ഫിഖ്ഹിയായ കാര്യങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട ബാവോസ്താദിന്റെ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയുടെ ദർസ് അതിന്റെ മുമ്പ് നടന്നിട്ടുണ്ട്. അതിന്റെയും ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് അതാ അവിടെ അടിച്ചിട്ടുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഫത്ഹുൽ മുഈൻ തുടക്കം മുതൽ ഇതുവരെയുള്ള ഫുള്ള് ദർസും അതിൽ കിട്ടും. അതുപോലെ തന്നെ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ബാവോസ്താദിന്റെ ഫിഖ് കിതാബ് നല്ല കിതാബ, അതിന്റെ ദർസും ഉണ്ട്, അതും കിട്ടും. അത് കേട്ടാൽ ഒഴിവ് പോലെ നിങ്ങൾ കേട്ടാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ഇവിടെ ക്ലാസ് നടക്കുന്നത് വ്യാഴവും വെള്ളിയും അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ സൗദിയ ടൈം 1:30 കഴിഞ്ഞാൽ ഏകദേശം 1:40 1:45 അവിടെ തുടങ്ങിയാൽ അസർ ബാങ്ക് വിളിക്കുന്നത് വരെയാണ് നമ്മൾ സാധാരണ ഈ ഫിഖ് ദർസിന്റെ ടൈം. കഴിഞ്ഞു പോയ ദർസ് അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ ഈ ലിങ്ക് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നമ്മളെ സൈറ്റിൽ നിന്ന് കിട്ടും എന്ന് ഉണർത്തുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിട്ടില്ല, അല്ല കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ല. നമ്മൾ സുന്നി മുസ്ലിം തന്നെ കേട്ടിരുന്നു. ഒരു നല്ല വിധത്താണെന്ന് മൂപ്പർ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ റസൂൽ എന്തെങ്കിലും കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. നിസ്കാരത്തിന്റെ ശേഷം ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ദുആ ചെയ്യുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് സുന്നത്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നാൽ തന്നെ അത് സുന്നത്താണെന്ന് വരും. അങ്ങനെ സഹീഹായ ഹദീസ് കൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരാനന്തരം കൂട്ടുപ്രാർത്ഥന ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടത് സുന്നത്താണ്. എന്നാൽ എല്ലാ സമയത്തും നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ സ്ഥിരമായി 5 വഖത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തിയതായി കാണുന്നില്ല. കാരണം അതിനേക്കാളും പ്രധാനപ്പെട്ട അത്യാവശ്യമായ ചില അടിയന്തര ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ട് ഉണ്ടാവില്ല. പക്ഷെ അത് നിർബന്ധമല്ലതാനും. സ്ഥിരമായി എന്നും എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വഖത്തിലും ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി കാണിച്ചു തന്നെങ്കിലേ അത് സുന്നത്താവൂ എന്ന് ഇസ്ലാമിൽ ഒരു നിയമമില്ല. മറിച്ച് അവിടുന്ന് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നാൽ സുന്നത്ത് സ്ഥിരപ്പെടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും നിസ്കാരാനന്തരം കൂട്ടായി പ്രാർത്ഥിച്ചതായി ഹദീസിലുണ്ട്. അത് ഒരു കാര്യം, നിയമം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിസ്കരിച്ചതിന് ശേഷം ദിക്ർ ചൊല്ലാനും ദുആ ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരവുള്ള 2 സമയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒന്ന് പാതിരാത്രിക്ക് ശേഷമുള്ള ദുആവും മറ്റൊന്ന് ഫർദ് നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദുആവും. ഈ ദുആവും ദിക്റും ഒറ്റക്കും ആവാം, ജമാഅത്തായിട്ടും ആവാം. നല്ലോണം മനസ്സിലാക്കുക, ശാന്തമായി നിങ്ങൾ പഠിക്കാനാണെങ്കിൽ. അതായത് ഒറ്റക്കും ആവാം, സംഘടിതമായും ആവാം. പക്ഷേ ഒറ്റക്ക് ആകുമ്പോൾ മനുഷ്യൻ പൊതുവിൽ ആവശ്യമില്ലാത്ത ധൃതി കാണിക്കുകയും പിശാച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അത് ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു മനുഷ്യൻ ഒരു ദിവസം 5 വഖ്ത് നിസ്കാരത്തിൽ 150 തസ്ബീഹ് ചൊല്ലിയാൽ 1500 പ്രതിഫലം അവന് ലഭിക്കും. പക്ഷേ വഖലീലും മിൻകും മൻ യഫ്അലു ദാലിക, നിങ്ങളിൽ അത് ചെയ്യാൻ തന്നെ താല്പര്യമുള്ളവർ വളരെ കുറവായിരിക്കുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അതെന്താ നബി, എത്ര കുറച്ച് 150 അല്ലേ 1500 കിട്ടുമെങ്കിൽ പിന്നെന്താണ് അത് ചെല്ലാതെക്കാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് ഓരോരോ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും മനസ്സിൽ നിങ്ങളുടെ ശൈത്താൻ ഇട്ടുകൊള്ളുകയും നിങ്ങൾ ധൃതി പിടിച്ചതിലേക്ക് പോവുകയും ചെയ്യും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്, അല്ലെങ്കിൽ പിശാചിന്റെ നിരന്തര പ്രവൃത്തിയാണ്. അപ്പൊ ഒറ്റക്ക് ചെയ്യലാണ് നമ്മൾ ശ്രമിക്കുമ്പോ പലപ്പോഴും അത് നിലവിൽ ഉണ്ടാവില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മുമ്പ് അരീക്കോട് സുല്ലമുസലാമിന്റെ അടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ, അവിടെ മുജാഹിദീങ്ങളെ ജുമയാണ്, മഹല്ലി ജുമുഅത്ത് പള്ളി അല്ല, അത് സുല്ലമ് നിൽക്കുന്ന കുന്നിന്റെ അടുത്തുള്ള പള്ളി. അവിടെ ഒരു വെള്ളിയാഴ്ച ഖുതുബ മൗലവി ചെയ്തത് നിസ്കാരാനന്തമുള്ള ദിക്റിന്റെയും ദുആഇന്റെയും മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്ര വരെ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ സിനിമാ തിയേറ്റർ വിട്ടത് ഓടുന്നത് പോലെ ഇറങ്ങി ഓടരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പുണ്യമായി ദിക്റും ദുആവും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടമായി ചെയ്യേണ്ട, ഓരോരുത്തർക്കും സ്വന്തം ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഖുതുബ നിസ്കാരാനന്തരമുള്ള ദിക്ർ ദുആഇന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം 3/4 മണിക്കൂർ മൗലവി ഖുതുബ പ്രസംഗം ചെയ്തു. നിസ്കാരം കഴിഞ്ഞ് അന്ന് സാധാരണ പോലെ തന്നെ സലാം വീട്ടിയത് സത്യം, എല്ലാവരും ഇറങ്ങിപ്പോയി. ഇതിന്റെ എന്ത് മനസ്സിലാവുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഇമാമ് അവിടെ തിരിഞ്ഞിരുന്നു, മൗമൂമിങ്ങൾ ബേക്കിൽ ഇരുന്നു, ഇമാമ് തുടക്കം കുറിച്ചു കൊടുത്തു, മൗമൂമിങ്ങൾ ചെല്ലി, ഇമാമ് ദുആ ചെയ്തു, മൗമൂമിങ്ങൾ ആമീൻ പറഞ്ഞു, എങ്കിൽ ഈ ദിക്റും ദുആവും നിലനിൽക്കും. അതില്ല ഓരോരുത്തർ സ്വന്തം ചെയ്താൽ മതി എന്ന് വെച്ചാൽ 99% ആളുകളും ദിക്റും ചെല്ലൂല, ദുആവും ചെയ്യൂല.
അപ്പോൾ ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന കൂട്ടമായി ദുആ ചെയ്യുന്ന ആ സുന്നത്ത് നിലനിൽക്കാൻ വേണ്ടി മഹാന്മാരായ സലഫുസ്സാലിഹീങ്ങൾ കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഇമാമ് അവിടെ തന്നെ തിരിഞ്ഞിരുന്ന് ദിക്ർ ഇമാമ് തുടങ്ങുക, മൗമൂമികൾ ഏറ്റുചൊല്ലുക. ഇമാമ് കൂട്ടമായി ദുആ ചെയ്യുക, മൗമൂമിങ്ങൾ ആമീൻ പറയുക. ഈ നിലാമ് നിലനിന്നാൽ ദിക്ർ ദുആ എന്ന സുന്നത്ത് നിലനിൽക്കും. എന്നാൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്കും സ്വന്തമായി ദിക്ർ ചെല്ലാം, സ്വന്തമായി ദുആ ചെയ്യുകയും ചെയ്യാം. പക്ഷേ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ 99% ആളുകളും ദിക്റും ദുആവും ഒഴിവാക്കും. അപ്പൊ സുന്നത്തുള്ള ദിക്റും ദുആവും നിലനിർത്താനും സഹായിക്കും. അതോടുകൂടി ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്ർ ദുആ കൂട്ടമായി ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സുന്നത്താണ്. മനസ്സിലായല്ലോ? ബിദ്അത്തൊന്നും അല്ല, സുന്നത്ത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ നിശ്ചയിക്കുന്നു? ഉസ്താദ്, എനിക്ക് സക്കാത്തിനെ പറ്റിയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ റമദാൻ മാസത്തിന് കൊല്ലം കഴിയുന്ന സക്കാത്തിന്റെ പൈസ ഉദാഹരണം ഒരു 50,000 27,000 വലിയ സംഖ്യ. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി അതിന്റെ മറ്റു അവകാശങ്ങളൊന്നും കിട്ടില്ല. ഈ വീട്ടിലിങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ കാണുന്നുള്ളൂ. അയൽവാസികളൊക്കെ ആണെങ്കിലും അതിന് അവകാശങ്ങളില്ല, അടുത്ത അയൽവാസികളൊന്നും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികളൊക്കെ കെട്ടിക്കാണ്ടുള്ള അങ്ങനെ വിചാരിച്ചുകൊണ്ട് കുറച്ച് കാലമൊക്കെ പാത്തേക്കാൻ വേണ്ടി 3-4 മാസമൊക്കെ പാത്തേക്കാൻ പറ്റുമോ? ഇനി പറ്റില്ലെങ്കിൽ എന്താണ് അതിനുള്ള വിധി എന്ന് പറഞ്ഞു തന്നാൽ വളരെ ഹൈറായിരുന്നു. ജസാക്കല്ലാഹു ഖൈർ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. സമയം ആവുകയും അവകാശികളെ എത്തിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ പിന്തിക്കുന്നത് ഹറാമാണ്. ഇങ്ങനെ കൊല്ലം കഴിഞ്ഞ് വഖത്ത് കടക്കുകയും അവകാശികളെ എത്തിക്കുകയും ചെയ്താൽ ഉടനെ കൊടുക്കൽ വുജൂബാവുന്നതും പിന്തിക്കൽ ഹറാമുമാകുന്നു. അപ്പോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കൊല്ലം കഴിഞ്ഞിട്ടല്ല, അതിന്റെ കുറച്ച് മുമ്പായി തന്നെ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കൽ ആവശ്യമാണ്. പട്ടിക തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഏത് മഹല്ലത്തിലും ഉണ്ടാവും. ഒന്നിരിക്കൽ ഫക്കീറന്മാര്, ചില സ്ഥലത്ത് ഫക്കീറന്മാരുണ്ടാവൂല, മിസ്കിന്മാരുണ്ടാവും. ഫക്കീറന്മാര് എന്ന് പറഞ്ഞാൽ തീരെ കഴിവില്ലാത്ത ആളുകൾ, അവരുടെ ചെലവിലേക്ക് വേണ്ട ഒന്നും കഴിയില്ല, പച്ച പാവങ്ങൾ, അങ്ങനത്തോരുണ്ടാവും. വേറെ ചില മിസ്കിന്മാര് പറഞ്ഞാൽ വരുമാനം ഇതൊക്കെ ഉള്ളവർ തന്നെ, പക്ഷെ ചെലവ് അനുസരിച്ചുള്ള വരുമാനം ഇല്ലാത്ത, ഇങ്ങനെ ഫക്കീറും മിസ്കീനും ഇല്ലാത്തോടത്ത് ഹലാല ആവശ്യത്തിന് കടം വാങ്ങിയിട്ട് വീട്ടാ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന കടക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഹലാലായ ഉദ്ദേശത്തിന് വേണ്ടി യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ യാത്രക്ക് വേണ്ട ടിക്കറ്റ് എടുക്കാനുള്ള ചെലവില്ലാത്ത ആളുകളുണ്ടാവും. ഇങ്ങനെ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ആ മഹല്ലത്തിൽ ഉണ്ടോ എന്ന് നോക്കി, ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് ഏതൊക്കെ വകുപ്പാണെന്ന് മനസ്സിലാക്കി വെക്കുകയും എന്നിട്ട് സമയമാവുന്ന സമയത്ത് കണക്ക് കൂട്ടി ആ കാശ് അവരുടെ വിഹിതപ്രകാരം എത്തിച്ചു കൊടുക്കുകയും ചെയ്യൽ നമ്മുടെ കടമയാണ്. ഇനി അങ്ങനെ ആരും ഇല്ല എന്നാൽ തൊട്ടടുത്ത പ്രദേശത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വേണ്ട, ഏതായാലും പിന്തിച്ചു വെക്കുന്നത് നല്ലതല്ല. സമയം അങ്ങെത്തിന്നിട്ടോ ബാങ്ക് കൊടുക്കാനായിന് ആളുകൾ കുറെ കൂടി ബാക്കിയുണ്ട് പറഞ്ഞിട്ട് അറിയില്ല. സമയം കഴിഞ്ഞിട്ട് പിന്നെ ആള് കാത്തിരുന്നിട്ട് കാര്യമില്ല, ബാങ്ക് ഇപ്പൊ ഇവിടെ കൊടുക്കും. ഇനി ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ കാണാം. അല്ലാതെ ഇനി ആകെ 2-3 സമയമുള്ളൂ. എന്നാ വസിയത്ത് ഉണ്ടായാലോ ഇസ്കു, എന്നാ വേഗം പറയിസ്കോ. വേറെ ഇനി മസല അറിയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ബാങ്ക് ഇപ്പൊ കൊടുക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്കൊണ്ട് 1-2 ആൾക്കാർ പിന്നെ നമ്മുടെ സാധാരണ റൂമിൽ സ്ഥിരമായി വരുന്ന ഒരു സുഹൃത്തിന്റെ ഉമ്മായുടെ ഉപ്പ ഇപ്പം കുറച്ച് മുന്നേ മരണപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ റൂമിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദ് അവരുടെ മകളുടെ ആണ്ടി ദിവസമാണ്. അതിന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നറിയിക്കുന്നു. ഞാൻ മൈക്ക് ഇഷ്കിന് വേണ്ടി വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഉസ്താദ് കൂട്ടത്ത് പറഞ്ഞാൽ മതിയായിരുന്നു ഉസ്താദ്. ഉസ്താദ് നമ്മുടെ തെക്കുമുറി മഹല്ലില് ഞങ്ങളുടെ നാട്ടിലത്തെ സജീവ സുന്നി പ്രവർത്തകന്റെ ഉപ്പ, അതുപോലെ തന്നെ കല്ലറട്ടിക്കൽ മസ്ലക്കുൽ ഹുദ ഇസ്ലാമിക അക്കാദമിയുടെ സജീവ പ്രവർത്തകരുമായിട്ടുള്ള ഇല്യാൻ റഷീദ് എന്നവരുടെ ഉപ്പ ഇല്യാൻ കുട്ടിയാസൻ എന്നൊരു അല്പം മുമ്പ് മരണപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന്. എന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യാൻ വേണ്ടി മൈക്കെടുത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടു പോയ സഹോദരങ്ങളുടെയും സഹോദരിയുടെയും ഒക്കെ ആഖിറം അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സലാമത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ വല്ല വീഴ്ചകൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഫള് കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി റബ്ബിന്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാൻ റബ്ബെ, ഞങ്ങൾ വിവരമില്ലാത്ത സാധുക്കളാണ്. ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്ന് നാഫിയായ ഇൽമു തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഇതിനുവേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുന്നതും ഒക്കെ നിന്റെ ദീനിന്റെ ഖിദ്മത്തായി എളിയവരായ ഞങ്ങളിൽ നിന്നിട്ട് നീ കബൂലാക്കണേ അല്ലാഹ്. അതിൽ വരുന്ന വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നീ അത് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ റബ്ബെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി നിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ റബ്ബെ, രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, മറ്റു പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. റഹ്മാനെ, നീ അവർക്കൊക്കെ ശിഫ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, മക്കളില്ലാത്ത ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗർഭിണികളായ പല സഹോദരിമാരുമുണ്ട്. റബ്ബെ, അവർക്ക് പ്രയാസരഹിതമായ നിലക്ക് സന്തോഷത്തോടുകൂടി സുഖപ്രസവം കൊടുത്ത് സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് നീ ധാരാളം ഇൽമ്, നാഫിയായ ദുന്യവിയുമായിരിക്കുന്ന ഇൽമു കൊടുത്തുകൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ പഠനത്തിനും പരീക്ഷയിലും ഒക്കെ ഉന്നതമായ വിജയം നീ നൽകണേ റബ്ബേ. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ആഖിർ സമാന ഫിത്നയിലും ഫസാദിലും വലാലത്തിലും വിദഅത്തിലും പെട്ട് നശിക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും പെടാതെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, പ്രായമെത്തിയ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നീ കൊടുക്കണേ റബ്ബേ. പഠിച്ചവനെ, ഞങ്ങളുടെ ബന്ധപ്പെട്ട പലരും ജോലി സംബന്ധമായ ഒരുപാട് വിഷമങ്ങൾ, അതുപോലെ തന്നെ ഇഖാമ സംബന്ധമായി, പാസ്പോർട്ട് സംബന്ധമായി ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. റബ്ബെ, എല്ലാം നീ ഖൈറായ ഫത്ഹ് കൊടുത്ത് എളുപ്പമാക്കണേ റഹ്മാനെ. എല്ലാം സന്തോഷത്തിലും സലാമത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മുറാഹിമായ റബ്ബെ, കച്ചവടക്കാരുടെ കച്ചവടത്തിൽ, വ്യവസായികളുടെ വ്യവസായത്തിൽ, തൊഴിലാളികളുടെ തൊഴിലിൽ നീ ഖൈറും ബർക്കത്തും സലാമത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഖൈറും ബർക്കത്തുമുള്ള ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഞങ്ങളെ കഫീലന്മാരും മുദീറന്മാരും മസ്ഊലിങ്ങളും ഒക്കെ ആയിക്കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ നീക്കി സന്തോഷവും റാഹത്തും സുഖവും സമാധാനവും നൽകണേ അല്ലാഹ്. ഞങ്ങളെ മസ്ഊലിങ്ങൾക്ക് ഞങ്ങളോട് കൽബിൽ നീ റഫത്തിനെയും സന്തോഷത്തെയും ഇട്ടുകൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബെ, മാറാവ്യാധി രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല അല്ലാഹ്. ഒന്നുപെട്ട രോഗത്തിൽ നിന്ന് പൂർണ്ണമായ ശിഫ തന്ന് നീ സലാമത്താക്കണേ റഹ്മാനെ. പഠിച്ചവനെ, വണ്ടി ഓട്ടുന്നവരും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുമാണ് ഞങ്ങളൊക്കെ. നീ ഞങ്ങൾക്ക് സലാമത്ത് തരേ അല്ലാഹ്. ആക്സിഡന്റ് കുടുങ്ങി റോട്ടിൽ പടഞ്ഞു മരിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്. റഹ്മാനെ, നിന്റെ കാവല് കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. പഠിച്ചവനെ, മാറാവ്യാധി രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ല റഹ്മാനെ. ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ പരിചരിക്കുന്നവർക്കൊരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാഹ്. മരണം വരെ നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുമുള്ള ആഫിയത്തിനെ നീ നിലനിർത്തി തരണേ റബ്ബേ. പഠിച്ചവനെ, കുടുംബം പോറ്റാനും സ്വന്തം ജീവിക്കാനും ആരാന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. ഹലാലായ മാർഗത്തിൽ ഐശ്വര്യം തരണേ റഹ്മാനെ. പഠിച്ചവനെ, മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹുസ്നുൽ ഖാത്തിമത്തിന്റെ